എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് തീർത്തും ഒരു അഹങ്കാരത്തിന്റെ ഭാവമാണ്, അല്ലെ ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാവമാണ്. അത് പാർട്ടി ഇപ്പോഴും തിരുത്തുമെന്ന് തോന്നുന്നില്ല, അല്ലെ? അല്ല, പാർട്ടിക്ക് തോന്നണമല്ലോ തിരുത്തണമെന്ന്. പാർട്ടി ഒരു തെറ്റും ചെയ്യാത്ത, ആ ഒരു എന്താ പറയാ, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ബിംബമാണ് പാർട്ടിയും പാർട്ടിയുടെ നേതാവും എന്ന ആ ധാർഷ്ട്യം അവർ തുടരുമെന്നാണ് സ്വരാജിനെ പോലെ ഇത്രയും ലോകവിവരം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരാളുടെ പോസ്റ്റ്. ഒരു അഹങ്കാരിയാണോ സ്വരാജ്? സ്വരാജ് വ്യക്തിപരമായ അഹങ്കാരിയാണോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. സ്വരാജ് വ്യക്തിപരമായ എന്റെ തരത്തിൽ സുഹൃത്താണ്. അത് വ്യക്തിപരമായ അഹങ്കാരം, ഞങ്ങൾ തമ്മിൽ ഇടപാടുന്ന അഹങ്കാരമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായ അഹങ്കാരിയാണ്. അത് കാരണം CPM-ആണ്. അനർഹമായ വിജയം. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരാളെ വിജയിപ്പിച്ചാൽ അത് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് 2.5-3 കോടി വോട്ടർമാർ വോട്ട് ചെയ്തതാണ്. അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ സ്വരാജ് ആരാ? എന്താ ഉള്ള ക്രെഡൻഷ്യൽ എന്താ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ കേരളത്തിലെ ഇലക്ഷനിലൊക്കെ തെറ്റാണ്, അനർഹമാണ് ജയിച്ചതിന്റെ രാഷ്ട്രീയം പറയാം, തോറ്റതിന്റെ രാഷ്ട്രീയം പറയാം, ഒക്കെ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ LDF-നെ തോൽപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് പിണറായി വിജയൻ. അല്ല, UDF. അല്ല, പിണറായി വിജയൻ എന്നല്ല, UDF അല്ല. UDF അതിനൊരു അവസരം ഒരുക്കുന്നുള്ളൂ. ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊടുത്തു, അവരുടെ വോട്ടും ചെയ്തു. യഥാർത്ഥത്തിൽ CPM-നകത്തുള്ള ആളുകളല്ലേ CPM-നെ തോൽപ്പിച്ചത്? പാർട്ടി കേഡർ വോട്ടുകൾ തന്നെ. പാർട്ടി കേഡർ അല്ലെങ്കിൽ എങ്ങനെയാ മാഷേ? 50,000 വോട്ട് 2021 ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് പയ്യന്നൂരിൽ 5,000 വോട്ടിന് 6,000 വോട്ടിന് കുഞ്ഞുകൃഷ്ണൻ ജയിക്കണം. പക്ഷെ ഇതൊന്നും പാർട്ടി ഇപ്പോഴും പഠിക്കാൻ തയ്യാറാകുന്നില്ല. പഠിക്കാൻ തയ്യാറാവാത്തതിന് കാര്യം തോൽറ്റു എന്ന് അതിനൊരാൾ തമാശ പറയാറുണ്ട്. തോൽപ്പിക്കുന്നതല്ല പ്രശ്നം, തോൽറ്റു എന്ന് അവരെ മനസ്സിലാക്കിക്കുന്നതാണ്. അല്ല, ഓരോ കാര്യവും മനസ്സിലാക്കുന്നു, അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അല്ല, മനസ്സിലാവില്ല അവർക്ക് തോറ്റിട്ടില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്ത കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ജനാധിപത്യ ഘടന ലോകത്തിനില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടനയാണ് ഏകാധിപത്യ ഘടനയാണ്. പാർട്ടി നേതൃത്വം പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്ന അണികൾ, ഒരു പട്ടാളത്തിന്റെ ലൈനില്. ഇത് ശരിയായിരുന്നു, സോവിയറ്റ് യൂണിയനിലൊക്കെ ശരിയായിരുന്നു എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് തകർന്നു പോയത്. എനിക്കെല്ലാം തകർന്നായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ ജനാധിപത്യത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കണേ. അണികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് രക്തസാക്ഷി ഫണ്ട് എന്ന പ്രശ്നം. രക്തസാക്ഷി ഫണ്ട് കുഞ്ഞികൃഷ്ണൻ ഒരു പ്രശ്നം ഉന്നയിക്കുന്നു. പയ്യന്നൂർ പോലെ പാർട്ടിയുടെ പെരുങ്കോട്ടയിൽ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആദ്യം അകത്ത് ഉന്നയിച്ചു, പിന്നെ പുറത്തു ഉന്നയിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം അത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, അദ്ദേഹത്തിനെ പുറത്താക്കി. ഫിനിഷ്ഡ്, കുഴപ്പമില്ല. ഇയാൾ മറ്റേ കുലംകുത്തിയാണ്, പാർട്ടി വിരുദ്ധനാണ്, വർഗവഞ്ചകനാണ്, മങ്ങാത്തുലിയാണ് എന്നൊക്കെ പറഞ്ഞു. പാർട്ടിക്ക് പറയാൻ അവകാശമുണ്ട്, ഒരു തർക്കമില്ല. പക്ഷെ പാർട്ടി പ്രവർത്തകർ, പാർട്ടി അനുഭാവികൾ ഇത് വിശ്വസിച്ചില്ല. KK രാഗേഷ് പോയി പറഞ്ഞു, ഞങ്ങൾ ബഹുജനങ്ങളോട് പറയും, പൊതുജനങ്ങളോട് പറയില്ല എന്നൊക്കെയുള്ള വലിയ സർക്കസാണ്. ഇപ്പൊ പൊതുജനം എന്താ ചെയ്തു? അല്ല, പൊതുജനമല്ല, ബഹുജനത്തിന് അംഗീകാരമല്ലോ. ഞാൻ ചോദിക്കണ, പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ ജയിക്കണമെങ്കിൽ ആരെ വോട്ട് ചെയ്താലേ ജയിക്കുക? UDF-ന്റെ വോട്ട് കൊണ്ട് കുഞ്ഞികൃഷ്ണൻ ജയിക്കാനേ ഉള്ളേ. പാർട്ടി വോട്ട് ചെയ്യണം. മുമ്പൊക്കെ പാർട്ടി പറയാറുണ്ട് 50 മണ്ഡലങ്ങൾ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് അവർ പറഞ്ഞൊരു കാര്യം, 50 മണ്ഡലങ്ങൾ എങ്ങനെ പോയാലും LDF ജയിക്കും. പിന്നെ 21 മണ്ഡലം ഞങ്ങൾക്ക് പിടിക്കുന്നു. 50 പോയി 35. അല്ല, 50 മണ്ഡലം ജയിക്കുന്നതിന്റെ അഹങ്കാരം എന്താ? പാർട്ടി കേഡർ വോട്ടുകൾ, പാർട്ടി കേഡർ വോട്ട്, പാർട്ടിക്ക് സപ്പോർട്ട് വോട്ട്, മുമ്പ് ജയിച്ച സീറ്റുകൾ. ഇപ്പൊ അതേ കേഡർ വോട്ടുകൾ തന്നെ പാർട്ടി അവരാണ് ശരിക്കും എല്ലാ സ്ഥലത്തും. ഞാൻ ഒരു സ്ഥലത്തൊന്നുമല്ല പറയുന്നത്. പാർട്ടിയിൽ നല്ലൊരു വിഭാഗം ഇത് ഇങ്ങനെ പോവാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് കറക്ഷൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അംഗീകരിക്കൂ എന്നുള്ളതാണ് ചോദ്യം. സ്വരാജ് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. പാർട്ടിയിൽ അണികൾ പാർട്ടിയോട് പറയുന്നു പല കാര്യങ്ങളുണ്ട്, 100 പ്രശ്നങ്ങളുണ്ട്. പിണറായിയുടെ പ്രവർത്തന ശൈലിയുണ്ട്, പാർട്ടി സംഘടനയിലെ നാശമുണ്ട്, പാർട്ടി ഉന്നയിച്ച വിഭജന രാഷ്ട്രീയമുണ്ട്, വികസനം എന്ന് പറയുന്ന കോമാളിത്ത രാഷ്ട്രീയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അടിസ്ഥാന നയങ്ങളിലുണ്ട്, അതിൽ കൂടുതൽ സംഘടനയിലുണ്ട്. സംഘടന ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പറഞ്ഞ സംഘടന ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ ഒരു സംഘടന? ബ്രാഞ്ച് മുതൽ മേലേക്ക് പോളിറ്റ് ബ്യൂറോ വരെ എന്നൊക്കെ നമ്മൾ വർത്താനം പറയാന്നുള്ളൂ. പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നില്ല.
ഇത് പാർട്ടിയുടെ തന്നെ വിശകലനം, എന്റെ അല്ല. പാർട്ടി തന്നെ പല സ്ഥലത്ത് വിശകലനം നടത്തി. ദുർബലമാണ് പാർട്ടി ദുർബലം എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഒരു കാഡർ പാർട്ടി എന്ന സ്വഭാവത്തിലേക്ക് CPM എത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ 2 സ്ഥലത്തെ കേഡറുള്ളൂ. ഒന്ന് സോഷ്യൽ മീഡിയയിൽ കുറെ കോമാളി, ഈ സോഷ്യൽ മീഡിയക്കാർ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു MV ജയരാജൻ തന്നെ പറഞ്ഞു, സോഷ്യൽ മീഡിയക്കാരാണ് പാർട്ടിയെ തോൽപ്പിച്ചത്. ഇത്തവണ അവരിനെ ഇത്തവണയും തോൽപ്പിച്ചത്. കടന്നൽ പോലെ വന്ന് എതിര് പറയാൻ പാടില്ല. പാർട്ടിക്ക് തെറ്റുപറ്റി, ഗവൺമെന്റിന് തെറ്റുപറ്റി, മറ്റേ പിണറായിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൊല്ലും. ഒന്നര സോഷ്യൽ മീഡിയയെ കൊല്ലും, അല്ലെങ്കിൽ വഴിയിലിട്ട് കൊല്ലും. അങ്ങനെ ഒരു സമീപനം ഒരു ജനാധിപത്യ ഘടനയിലില്ല. ഇതൊന്നും ഈ സ്വരാജൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക? സ്വരാജ് മനസ്സിലാക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ ഇതിനൊക്കെ ഇമ്മ്യൂണാണ്, എല്ലാത്തിനും സംരക്ഷിതമാണ്. ഞാൻ പാർട്ടിയുടെ വലിയ നേതാവാണ്, ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇമാതിരി ആളുകൾ, പിന്നെ കുറെ സ്തുതിപാഠകരും, അവിടെയാണ് വലിയ പ്രശ്നം. ഈ ഏത് ഏകാധിപതിക്കും സ്തുതിപാഠകരുണ്ട്. ഇപ്പൊ പിണറായിയുടെ PR ഗ്രൂപ്പ് ആലോചിക്കുക. ഞാൻ ഇന്നലെ ഒരാളോട് തമാശ പറഞ്ഞു, ഒരു പ്രതികാരത്തിന്റെ പുറത്തുണ്ടോ എന്നൊരു സംശയമുണ്ട്. നികേഷ് കുമാറാണ് പഴയ നമ്മുടെ ഇന്ത്യ വിഷന്റെയും റിപ്പോർട്ടറിന്റെയും ഇദ്ദേഹത്തിന്റെ PR ഹെഡ് എന്നാണ് പറയുന്നത്. PR ഹെഡ് അദ്ദേഹം MV രാഘവന്റെ മകനാണ്. MV രാഘവൻ ഈ പാർട്ടി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അച്ഛനോട് ദ്രോഹിച്ചതിനുള്ള പ്രതികാരം പിണറായിയോട് ചെയ്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. തകർന്ന PR ക്യാമ്പയിൻ അല്ലേ? സകല PR ക്യാമ്പയിനും തകർന്നില്ലേ? ഈ രാജ്യം മുഴുവൻ ഫ്ലക്സ് വെച്ചു പോയി. പിന്നെ ഇന്റർവ്യൂ അല്ല, ആ മുദ്രാവാക്യം തന്നെ, ഞാനല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം തന്നെ തകർന്നു. അതായിരുന്നു. അല്ല, അത് നികേഷിന്റെ സംഭാവനയായിരിക്കും. ആരാന്നറിയില്ല, എന്തായാലും PR അദ്ദേഹമായിട്ട്. മാത്രമല്ല ഈ നവകേരള യാത്ര, കേരള സദസ്, അയ്യപ്പ സംഗമം, ഇതൊക്കെ പാർട്ടിക്ക് ആളെ കൂടുതലുണ്ടാക്കിയോ കുറവുണ്ടാക്കിയോ എന്ന് ആലോചിച്ചാൽ മതി. ന്യൂനപക്ഷ സംഗമം ഭാഗ്യത്തിന് നടത്തിയില്ല. ന്യൂനപക്ഷ സംഗമം നടത്തിയെങ്കിൽ അതും കൂടി പോയത്. അപ്പൊ ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. പാർട്ടി മിസ്റ്റേക്ക് പറ്റാത്തൊരു സംവിധാനമാണ് എന്ന് വിശ്വസിക്കുകയും പാർട്ടി നേതൃത്വം പറയുന്നത് അണികൾ അക്ഷരം പ്രതി അംഗീകരിക്കണം എന്ന് പറയുകയും ചെയ്യുക. അത് നടക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ. അല്ല, അത് മാത്രമല്ല, ആ ഒരു പ്രസ്താവനയിൽ സ്വരാജ് പറയുന്നുണ്ട് BJPയുടെ വളർച്ചയെ നമ്മൾ ആശങ്കയോടുകൂടി നോക്കിക്കാണണമെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഷിബു ചെറിയാനൊക്കെ നടത്തിയ പ്രസ്താവനയോട് ഇതേ സ്വരാജ് എന്ത് പ്രതികരണമാണ് നടത്തിയത്? അല്ല, അവിടെയാണ് പല പ്രസ്താവനകളോടും ഷിബു ചെറിയാൻ നടത്തിയത്, സജി ചെറിയാൻ, AK ബാലൻ, വിജയരാഘവൻ, അവര് മാത്രമല്ല സാക്ഷാൽ വെള്ളാപ്പള്ളി അതിനോടൊക്കെ എന്ത് പ്രതികരണമാണ്? പ്രതികരണം നടത്തിയില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ എഴുന്നള്ളിച്ച് ആരോ പറഞ്ഞ മാതിരി തേരിൽ കയറ്റി കൊണ്ടിടന്നില്ലേ? അതിനുമെതിരെ സ്വരാജ് എന്താണ്? സ്വരാജല്ല, ആരും പറഞ്ഞു, തുറന്നിട്ടില്ല, ആരും പറഞ്ഞില്ല, പാർട്ടി പറഞ്ഞില്ല, പറയാൻ പറ്റിയില്ല. എന്താ കാര്യം? അവിടെയാണ് പാർട്ടിയുടെ ജനാധിപത്യ ഘടന നഷ്ടപ്പെടുന്നത്. ഇപ്പൊ നിങ്ങള് ഇതിന്റെ തിരുത്തൽ ചർച്ച ചെയ്യാൻ നിൽക്കുക. പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു സംസ്ഥാന സമിതിയിലോ PBയിലോ ആരെങ്കിലും സഖാവെ നമ്മളത് ചെയ്ത് ശരിയായും ചോദിക്കില്ല. പിണറായി തെറ്റ് ചെയ്യില്ലെന്ന്. ജനങ്ങൾ തെറ്റ് ചെയ്തു, പിണറായിക്കെതിരായി വോട്ട് ചെയ്തത്. പിണറായി തെറ്റ് ചെയ്യില്ല. നവകേരള യാത്ര നടത്തി, രക്ഷാപ്രവർത്തനം നടത്തി, ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ച്, ആലപ്പുഴയിൽ ഒരു പയ്യൻ MLA അടിച്ചവന് അബ്ബ പൊട്ടിച്ച്. ഇതൊക്കെ ന്യായീകരിക്കുക. പിണറായി വിജയൻ നേരിട്ട് ന്യായീകരിച്ചില്ലേ? രക്ഷാപ്രവർത്തനം ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഈ CPM എന്നുള്ള പാർട്ടി നന്നാകും എന്നുള്ള ഒരു വിശ്വാസമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വരാജല്ലല്ലോ അതിൽ അവസാന വാക്ക്. സ്വരാജിനെ പോലെ ഒരു അറിവുണ്ടെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ച ആളിങ്ങനെയാണ് പറയുന്നതെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യവും, അതായത് ജനാധിപത്യത്തിൽ ജനവിധി അന്തിമമാണ് എന്ന് അംഗീകരിക്കാൻ ഈ സ്വരാജിന് പോലും കഴിയുന്നില്ല. ജനമല്ല, ഭയങ്കര ഒരു പുസ്തകജ്ഞാനിയായ സ്വരാജിന് പോലും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, പാർട്ടി പറയുന്നത് ജനങ്ങൾ മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ പോലും കേൾക്കുന്നില്ല എന്ന അവസ്ഥയിൽ ഈ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. മാത്രമല്ല, ഹിന്ദുത്വ ലൈനിലേക്ക് ഈ പാർട്ടി പോയാൽ BJPയുടെ വളർച്ചയ്ക്ക് സൈഡ് ഒരുക്കി കൊടുക്കുക. അദ്ദേഹത്തിന് ആശങ്കയുണ്ടെന്ന് പറഞ്ഞു. ആശങ്കയുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയേണ്ടതാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് സംഭവം.